ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്, കറണ്ട് അഫയേഴ്സ് ഇൻ ഡിഫൻസ്. അപ്പം ഇന്ത്യൻ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2020 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പം 2021 നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഹാസ് ഇനാഗുറേറ്റഡ് എയ്റോ ഇന്ത്യ അറ്റ് വിച്ച് എയർഫോഴ്സ് സ്റ്റേഷൻ? ഓപ്ഷൻ എ ബിദാർ, ഓപ്ഷൻ ബി യലഹങ്ക, ഓപ്ഷൻ സി ഡണ്ടിഗൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി യലഹങ്കയാണ്. യലഹങ്ക ബാംഗ്ലൂർ ആണ്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ ഇന്ത്യൻ ഓഷൻ റീജിയൻ ഡിഫൻസ് മിനിസ്റ്റർ കോൺക്ലേവ്? ഇന്ത്യൻ ഓഷൻ റീജിയൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവിൻ്റെ തീം എന്തായിരുന്നു? ഓപ്ഷൻ എ എൻഹാൻസ്ഡ് പീസ്, സെക്യൂരിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ഓപ്ഷൻ ബി എൻഹാൻസ്ഡ് പീസ് ഓർ സെക്യൂരിറ്റി. ഓപ്ഷൻ സി പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സോ ഈ ഒരു കോൺക്ലേവിൻ്റെ തീം എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് പീസ്, സെക്യൂരിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് കോൺക്ലേവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് വിച്ച് പ്ലേസ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ലേ, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. ഈ ഒരു കോൺക്ലേവ് നടന്നിട്ടുള്ളത് 2021 2021 നടന്നിട്ടുള്ളത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. ഹു ഹാസ് സൈനഡ് ആൻ MOU വിത്ത് IIM ലക്നൗ ഫോർ എംപവറിംഗ് ജവാൻസ്? ഓപ്ഷൻ എ CIPF, ഓപ്ഷൻ ബി CRPF, ഓപ്ഷൻ സി BSF, ഓപ്ഷൻ ഡി ITBP. ഓപ്ഷൻ ബി ആണ് ശരിത്തരം, CRPF ആണ്. കെ ശിവൻ ഈസ് ലൈക്ലി ടു ഇനാഗുറേറ്റ് ദ ശ്രീ ശക്തി സാത്ത് ഗ്രൗണ്ട് സ്റ്റേഷൻ അറ്റ് ശ്രീ ശക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ വിച്ച് സിറ്റി? ഇപ്പോൾ ISROയുടെ ചെയർമാൻ കെ ശിവൻ ഒരു ശ്രീ ശക്തി സാത്ത് എന്നൊരു ഗ്രൗണ്ട് സ്റ്റേഷൻ ശ്രീ ശക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജ് എവിടെയാണ്? ഓപ്ഷൻ എ കോയമ്പത്തൂർ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ശ്രീഹരിക്കോട്ട, ഓപ്ഷൻ ഡി ചെന്നൈ. ഈ ഒരു കോളേജ് കോയമ്പത്തൂരാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ടു റീപ്ലേസ് ഇൻകംബന്റ് വൈസ് ചീഫ് ലഫ്റ്റനൻറ്റ് ജനറൽ SK സൈനി? ഓപ്ഷൻ എ അനിൽ ചൗഹാൻ, ഓപ്ഷൻ ബി രൺജീത് സിംഗ് റാണ, ഓപ്ഷൻ ഡി ചാണ്ടി പ്രസാദ് മൊഹാണ്ടി, ഓപ്ഷൻ ഡി ഇക്രൂപ് സിംഗ് ഘുമാൻ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ലഫ്റ്റനൻറ്റ് ജനറൽ ചാണ്ടി പ്രസാദ് മൊഹാണ്ടി. ഇന്ത്യ ഹാസ് പ്രൊഡ്യൂസ്ഡ് 21 MiG-29 ആൻഡ് 12 Sukhoi 30 MKI എയർക്രാഫ്റ്റ് ഫ്രം വിച്ച് കൺട്രി? ഇന്ത്യ 21 MiG-29 12 Sukhoi 30 MKI എയർക്രാഫ്റ്റും നിർമ്മിച്ചിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ചൈന. ഓപ്ഷൻ എ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ അത് വാങ്ങിയത് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. DRDO ഹാസ് കണ്ടക്റ്റഡ് ദ ഫസ്റ്റ് എവർ ടെസ്റ്റ് ഫയറിംഗ് ഓഫ് ദ ആകാശ് NG മിസൈൽ സക്സസ്ഫുള്ളി. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദ മിസൈൽ? ഈ ആകാശ് NG മിസൈൽ എന്ത് തരത്തിലുള്ള മിസൈലാണ്? ഓപ്ഷൻ എ സർഫേസ് ടു സർഫേസ്, ഓപ്ഷൻ ബി എയർ ടു സർഫേസ്, ഓപ്ഷൻ സി സർഫേസ് ടു എയർ, ഓപ്ഷൻ ഡി എയർ ടു എയർ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, സർഫേസ് ടു എയർ. സോ ഇത് ന്യൂ ജനറേഷൻ സർഫേസ് ടു എയർ മിസൈലാണ്. എ ലാർജ് സ്കെയിൽ ട്രൈ സർവീസ് ജോയിൻറ്റ് ആംഫീബിയസ് എക്സസൈസ് AMPHEX 21 ഹെൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? അപ്പം ഒരു
ട്രൈ സർവീസ് ജോയിൻറ്റ് ആംഫീബിയസ് എക്സസൈസ് ആണ് ആംഫെക്സ് 21. അപ്പോൾ അത് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്സ്, ഓപ്ഷൻ ഡി ലഡാക്ക്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡിൽ വെച്ചിട്ടാണ് ഈ ആംഫെക്സ് 21 എന്ന എക്സസൈസ് നടന്നിട്ടുള്ളത്. ഹൂ ഹാസ് ലോഞ്ച്ഡ് ദ ആയുഷ്മാൻ CAPF സ്കീം ഇൻ ആസാം? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി ഹിമാന്ത ബിശ്വ ശർമ്മ, ഓപ്ഷൻ സി അതുൽ ബോറ, ഓപ്ഷൻ ഡി കെഷഹാബ് മെഹന്ത. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അമിത് ഷാ. അമിത് ഷാ ആണ് ഈ ഒരു ആയുഷ്മാൻ CAPF സ്കീം ആസാമിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വിച്ച് ഇന്ത്യൻ ഫോഴ്സ് ഹാസ് കണ്ടക്റ്റഡ് ദ മിലിറ്ററി എക്സസൈസ് ആംഫെക്സ് 21? ആംഫെക്സ് 21 എന്ന മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഏത് ഫോഴ്സാണ്? ഓപ്ഷൻ എ എയർഫോഴ്സ്, ഓപ്ഷൻ ബി നേവി, ഓപ്ഷൻ സി ആർമി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇന്ത്യൻ നേവിയാണ് ആംഫെക്സ് 21 എന്ന മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. BSF ഹാസ് ലോഞ്ച്ഡ് ദ ഓപ്പറേഷൻ സാഡ് ഹവ ഓൺ ദ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഇപ്പം BSF ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ഓപ്പറേഷനാണ് സാഡ് ഹവ. അത് ഏത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. രാജസ്ഥാനിൻ്റെ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ഹെഡ് ഓഫ് ദ US ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് പെൻറ്റഗൺ? US ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് പെൻറ്റഗണിൻ്റെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആരെയാണ്? ഓപ്ഷൻ എ ജനറൽ ലോയിഡ് J. ഓസ്റ്റിൻ, ഓപ്ഷൻ ബി ജനറൽ ലോയിഡ് J. ബെക്കാർഡ്, ഓപ്ഷൻ സി ജനറൽ ലോയിഡ് J. ഓമസ്, ഓപ്ഷൻ ഡി ജനറൽ ലോയിഡ് J. ജോയ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ജനറൽ ലോയിഡ് J. ഓസ്റ്റിൻ. ദ ഇന്ത്യൻ മിലിറ്ററി എക്സസൈസ് കവാച്ച് ഈസ് ബീയിങ് കണ്ടക്റ്റഡ് ഇൻ വിച്ച് പ്ലേസ്? ഇന്ത്യൻ മിലിറ്ററി എക്സസൈസ് ആയ കവാച്ച് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻ എ അറേബ്യൻ ഗൾഫ്, ഓപ്ഷൻ ബി ആൻഡമാൻ സി, ഓപ്ഷൻ സി അറേബ്യൻ സി, ഓപ്ഷൻ ഡി റെഡ് സി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആൻഡമാൻ സി. എക്സസൈസ് കവാച്ച് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ വിച്ച് കമാൻഡ് ഓഫ് ദ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസ്? ഇപ്പോൾ ഈ ഒരു കവാച്ച് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഏത് കമാൻഡായിരുന്നു? ഓപ്ഷൻ എ സൗത്തേൺ നേവൽ കമാൻഡ്, ഓപ്ഷൻ ബി ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്, ഓപ്ഷൻ സി നോർത്തേൺ കമാൻഡ്, ഓപ്ഷൻ ഡി സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ടെസ്റ്റഡ് ദ സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ ഫ്രം ഹൗക്ക് 1 എയർക്രാഫ്റ്റ്? ഓപ്ഷൻ എ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് കൊൽക്കത്ത, ഓപ്ഷൻ ബി HAL, ഓപ്ഷൻ സി BHEL, ഓപ്ഷൻ ഡി DRDO. ഓപ്ഷൻ ഡി DRDO ആണ് ശരി ഉത്തരം. സോ ഇത് ഒരു ഇൻഡിജൻസ്ലി മെയ്ഡ് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ ആണ്. സോ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ദ ഡിഫൻസ് മിനിസ്റ്റർ ഹാസ് സൈൻഡ് ദ ഇംപ്ലിമെൻറ്റിംഗ് അഗ്രിമെൻറ്റ് ഓൺ സബ്മറൈൻ റെസ്ക്യൂ സപ്പോർട്ട് ആൻഡ് കോർപ്പറേഷൻ വിത്ത് വിച്ച് കൺട്രി? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി സിംഗപ്പൂർ, ഓപ്ഷൻ ഡി ജപ്പാൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സിംഗപ്പൂരുമായിട്ടാണ് ഈ ഒരു കരാർ സൈൻ ചെയ്തിട്ടുള്ളത്. എയർഫോഴ്സ് എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സിറ്റി? ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് എന്നത് എയർഫോഴ്സ് എക്സസൈസ് ആണ്. അത് ഇന്ത്യയും ഫ്രാൻസും കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ഓപ്ഷൻ എ ഗംഗാനഗർ, ഓപ്ഷൻ സി ഭുവനേശ്വർ, ഓപ്ഷൻ സി പൊക്രാൻ, ഓപ്ഷൻ ഡി ജോധ്പൂർ. ഓപ്ഷൻ ഡി ജോധ്പൂർ ആണ്. ജോധ്പൂർ രാജസ്ഥാനിലാണ്. ദ ഇന്ത്യാസ് കോമ്പാക്ട് ഡ്രോൺ സിസ്റ്റം ഈസ് ബീയിങ് ഡെവലപ്ഡ് അണ്ടർ വിച്ച് പ്രോജക്റ്റ്? ഓപ്ഷൻ എ പ്രോജക്റ്റ് മോഗുൾ, ഓപ്ഷൻ ബി FMA SAIA 90, ഓപ്ഷൻ സി CATS, ഓപ്ഷൻ ഡി പ്രൊജക്റ്റ് ബ്ലൂ ബുക്ക്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. CATS പ്രോജക്റ്റ്. ഹൂ ഹാസ് ഡെവലപ്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് മെഷീൻ പിസ്റ്റൾ അസ്മി?
ഓപ്ഷൻ എ ഇന്ത്യൻ ആർമി ആൻഡ് DRDO, ഓപ്ഷൻ ബി ഇന്ത്യൻ ആർമി ആൻഡ് IIT ഡൽഹി, ഓപ്ഷൻ സി DRDO ആൻഡ് BSF, ഓപ്ഷൻ ഡി BSF ആൻഡ് ഇന്ത്യൻ ആർമി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഇന്ത്യൻ ആർമി ആൻഡ് DRDO. അപ്പോൾ ഇവർ ചേർന്നിട്ടാണ് ഈ ഒരു മെഷീൻ പിസ്റ്റളായ ആസ്മി നിർമ്മിച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ ഒരു സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.